അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവരെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ്, പ്രത്യേകിച്ച് യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരുടെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും
കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതായാലും ശരി, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായാലും ശരി, കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ. അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും. നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ചിലവരെ 1-2 പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി, നാഗവല്ലി അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത്, രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്ലി അകത്തുണ്ട്, പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അവർ ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാചുബാധരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേര് എൻ്റെ അടുത്ത് കുതിര കയറാൻ പറ്റരുത്. ഞാൻ പറയുന്നത്, സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് XOR ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ അനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവർ 2 പേരെ വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ്, സമറിയയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ്? ലൂക്ക 9:53-54. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞേ? അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപിയില്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല. പക്ഷേ അവർ സ്വീകരിച്ചേക്കാതെ അല്ല സുവിശേഷത്തിൻ്റെ പ്രശ്നം. കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ 2 പേരെ എടുത്തിട്ട് വിടുകയാണ്. വിട്ടിരിക്കുക എന്താണ്? എന്നിട്ട് കർത്താവ് അവരുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായാകും. ഇവരുടെ നാഗവല്യ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോൾ. എന്നിട്ട് അവർ അതുപോലെ തന്നെ പെസര് പിടിച്ച് സമരക്കാരുമായിട്ടും ഗുസ്തിയായി പെസര് പിടിച്ച് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കിയേ, ഈ അപ്പോസ്തലന്മാരെന്താ പറയണമെന്ന് നോക്കിയേ, വായിച്ചേ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ നിന്ന് നാഗവലി പുറത്ത് തന്നെയാ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. പണിപാളി എന്താണ്? ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് ഇവര്. അതാ സംഭവം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? യോഹന്നാനല്ല, അയാളുടെ പേര് വേറെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താണ്? അയാള് ഒരു കള്ളനാണ്. എന്താണ് എന്താ വെച്ചാല് യോഹന്നാൻ 10:10 എടുത്തേ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അതാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ ഇവര് തീയും ഗന്ധകവും ഇറക്കി സമറിയ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത്. ഇപ്പൊ നശിപ്പിക്കണ അരൂപി ഏതാണ്?
കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പൈശാചിക അരൂപിയ, അതാ പത്തേ പറയണത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര അപ്പോസ്തലന്മാരായാലും ശരി, ദെർ മസ്റ്റ് ബി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈശോ സുവിശേഷത്തിലൂടെ വെക്കുന്നത്. അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് ഗിരിജ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 7/6/2024 ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞിരുന്നത് എനിക്കൊരു ഭവനം വേണം എന്നുള്ളതായിരുന്നു. 18 വർഷമായി ഞങ്ങളൊരു ഭവനം പണി തുടങ്ങി വച്ചിട്ട് കാശുണ്ടായിരുന്നിട്ടും പല തവണ പണി തുടങ്ങും പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെ 2007 തുടങ്ങിയ പണി 2010 നമ്മൾ വാർക്കാൻ നോക്കി, സാധനങ്ങളെല്ലാം കൊണ്ടിറക്കി. പക്ഷേ എന്ത് കാരണമെന്ന് അറിയില്ല, വീണ്ടും ആ സാധനങ്ങളെല്ലാം വാരിക്കൊണ്ട് പോകും. അന്നേരമെല്ലാം ഞങ്ങൾ കരഞ്ഞ് ദൈവമേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ യൂട്യൂബ് നോക്കിയപ്പം കൃപാസനത്തെ കുറച്ച് ഇതിൽ ട്രോളുകളാണ് ആദ്യം ഞാൻ കാണുന്നത്. അത് അപ്പോഴപ്പോഴേ ട്രോളുകൾ ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് അത് ഒരു അരോചകമായിട്ടാണ് ആദ്യം തോന്നിയത്. ഒരു ദിവസം എൻ്റെ മോള് വന്ന് എന്നോടത്ത് പറയുകയാണ്, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോകുമോ? അമ്മയ്ക്ക് വീടിന് വേണ്ടി എന്നും അമ്മ കരയുന്നുണ്ടല്ലോ, എനിക്കിത് കാണാൻ വയ്യ, അമ്മ ഒന്ന് കൃപാസനം വരെ ഒന്ന് പോവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കൃപാസനം എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അമ്മ അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എൻ്റെ അഡ്രസ്സ് എല്ലാം കിട്ടും, അമ്മ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഇത് പറഞ്ഞു, എനിക്കിങ്ങനെ അറിയില്ല. ചെങ്ങന്നൂരാണ് കൂട്ടുകാരിയുടെ ഇവിടെ, ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പം കൂട്ടുകാരി പറഞ്ഞു ട്രെയിൻ കയറാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടുകാരി പറഞ്ഞു എന്നാൽ ഞാനും കൂടെ വരാം, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു അമ്മ ഞാനും കൂടെ വരുന്നു, ഞാനും വരുന്നു അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ 7/6/2024 വരികയും ഇവിടെ വന്ന് ഈ ജനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി അങ്ങ് കയറി. അച്ഛൻ്റെ ക്ലാസ് കേട്ടു, ഉടമ്പടി എടുത്തു. താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ നമുക്ക് പറ്റുമോ ഇതൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുമോ എന്നുള്ളൊരു അങ്കലാപ്പൊക്കെ ആയിരുന്നു. എങ്കിലും ഇവിടെ വന്നേലേ മാതാവ് നടത്തും എന്നൊരു വിശ്വാസം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തോന്നിയായിരുന്നു. എങ്കിലും ഞാൻ 3 മാസം വരെ ഉടമ്പടി വലിയ പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. എനിക്ക് ആ മുത്തുക്കുട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു മുത്തുക്കുട കിട്ടിയിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്ന് പിടിച്ചു കൊടുക്കാമായിരുന്നു. ദൈവമേ എനിക്ക് അത് തന്നെ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നല്ല തിരക്കാണ് അത് എടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു എടുത്തോളൂ ഒരെണ്ണം എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാം മുത്തുക്കുട. ഞാൻ അമ്മയ്ക്ക് മുത്തുക്കുടയും പിടിച്ച് ഇവിടെ കൂടെ വന്ന ഒരു സന്തോഷം കണ്ട എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിൽ പോയി ഉടമ്പടിയൊക്കെ എടുത്തു. അന്നെന്തോ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിൽ, ആദ്യത്തേത് എനിക്ക് ഒന്നും തോന്നിയൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയി രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ നോക്കിയപ്പം കൃപാസനത്തിൻ്റെ പത്രമാണോ മണക്കുന്നത്? അപ്പം നോക്കിയപ്പോൾ ഞാൻ പത്രം എടുത്ത് വെറുതെ ഒന്ന് മണപ്പിച്ച് നോക്കി, ഇല്ല പത്രം ഒന്നും മണക്കുന്നില്ല, മുല്ലപ്പൂവും ഇല്ല. ഞാൻ വീണ്ടും അമ്മ മാതാവിനോട് കുറച്ചുകൂടി അടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാനൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. വീണ്ടും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു, ഒന്നും അറിഞ്ഞൂടാത്ത പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ അമ്മ അതുകൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ടോക്ക് കേട്ടു. വീണ്ടും ഞാൻ പിറ്റേന്ന് മുതൽ എനിക്ക് RCCയിലായിരുന്നു ഞാൻ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സമയം കിട്ടില്ല, വെളുപ്പിനെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. ഇങ്ങനെ ഉള്ള ടൈമിന് ഓടി ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു എന്താണെന്ന് പറയാം, പെട്ടെന്നൊരു ചടങ്ങ് നിർവഹിക്കും പോലെ
പോലെയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും യൂട്യൂബ് നോക്കുമ്പം അച്ഛൻ പറയും പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ, പ്രത്യക്ഷീകരണ സാക്ഷിയായി നിൽക്കണം എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാനത് ഏറ്റെടുത്തു. ദൈവമേ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഒരു ദിവസം മോമൻ വീട് പണി അന്നും തുടങ്ങിയില്ല, 3 മാസമായിട്ട് വീട് പണി തുടങ്ങിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ഒരു ദിവസം മോമെന്ന് പറയാണ്, അമ്മ നമുക്ക് വീട് പണി തുടങ്ങണം. ഞാൻ പറഞ്ഞു, മോനെ കാശൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വീട് പണി തുടങ്ങുന്നത്? അമ്മ എന്തിനാ കൃപാസനത്തിൽ പോയി? അമ്മയും ഞാനും മോനും കൂടെയാണ് വന്നത്. എന്നേക്കാൾ വിശ്വാസിയായി മോൻ ഉടമ്പടി എടുത്തില്ല എങ്കിലും അവനായിരുന്നു ഭയങ്കര വിശ്വാസം. അവൻ പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 3 കൂട്ടുകാരെയും വിളിച്ചും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ വീടെല്ലാം വൃത്തിയാക്കി വലിയൊരു പമ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ച് 18 വർഷമായി കുറച്ച് പണി ചെയ്തിട്ടിരുന്നു, വാർത്തൊന്നുമില്ല, കുറച്ച് പണി പാർത്തിരുന്നു. പമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കലും എല്ലാം തുടങ്ങി. എനിക്ക് ടെൻഷൻ കയറി, എങ്ങനെ കാശില്ലാതെ വീട് പണി തുടങ്ങും? ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ മാതാവ് നമ്മളെ സഹായിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം, അമ്മ മാതാവ് സഹായിക്കും. ഞാൻ വെറുതെ ഒന്ന് ബാങ്കിൽ പോയി. അന്ന് വരെ എനിക്ക് സിവിൽ സ്കോർ ഇല്ല എന്ന് എപ്പോഴും എന്നെ തിരിച്ചയച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, മാനേജറിൻ്റെ അസിസ്റ്റൻ്റ്, അവിടെ ലോൺ കൊടുക്കുന്ന സെക്ഷനിലോട്ട് ഞാൻ പോയി. മാഡം, എനിക്കൊരു ലോൺ എങ്ങനെയും കിട്ടാൻ പറ്റുമോ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു, ആ സിവിൽ സ്കോർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിവിൽ സ്കോർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് നല്ല ഹൈ സിവിൽ സ്കോർ. ഒരു മാസത്തിനകം തന്നെ എനിക്ക് ലോൺ അനുവദിച്ചു. വീട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നും 18 വർഷവും ഞാൻ, എൻ്റെ വീട് റോഡ് സൈഡാണ്. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കും, എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നേ? ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തീരെ പാവപ്പെട്ടതല്ല, ഒരു ഇടത്തര ഫാമിലിയിലുള്ളായിരുന്നു. അപ്പോൾ എന്നും ആക്ഷേപിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഇല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ ഇല്ലെങ്കിൽ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അയൽവാസിയൊക്കെ ചോദിക്കും, എന്താ തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കും. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങും, അമ്മ ഇന്ന് ദൈവമേ ഇന്ന് എൻ്റെ ആരും ചോദിക്കരുതേ ഭവനം പണി തുടങ്ങാറായില്ലേ എന്നൊന്നും. അങ്ങനെ ഞാൻ നിരന്തരം 18 വർഷം കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതും എൻ്റെ മകൻ പറയുകയും ഉടൻ തന്നെ എനിക്ക് ലോൺ അനുവദിച്ച് വീട് പണി പൂർത്തീകരിച്ച് സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങളുടെ വീട് പാല് കാച്ചും കഴിഞ്ഞു. 1-2 സ്ക്വയർ ഫീറ്റല്ല, 1650 സ്ക്വയർ ഫീറ്റ് വീടാണ് എനിക്ക് ദൈവം അമ്മ മാതാവ് തന്നത്. തിരുകുമാരന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ആക്ഷേപിച്ചവരെല്ലാം എൻ്റെ ഭവനത്തിൽ വന്ന്, എന്തൊരു മനോഹരമായ ഒരു ഭവനമാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊരു മനോഹരം. എല്ലാവരും ആ മനോഹരം എന്ന വാക്കാണ് എൻ്റെ വീട്ടിൽ ഇന്ന് ആര് കയറി വന്നാലും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ ആക്ഷേപിച്ചവരെല്ലാം വേദനിച്ചത് ഇപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായി. ദൈവത്തിന് നന്ദി പറയുന്ന യേശു എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ വെച്ചിരുന്ന എൻ്റെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു. RCCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിലും ചെറിയൊരു ജോലിയായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ശമ്പളമെല്ലാം കുറവായിരുന്നു. എങ്കിലും നൈറ്റൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടു. പിന്നെ ഞായറാഴ്ച ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. ഞായറാഴ്ച പള്ളിയിൽ ലീവ് ചോദിക്കുമ്പോൾ എൻ്റെ മേഡം പറയും, അത് പള്ളിയും അമ്പലവും എല്ലാം RCC ആണല്ലോ, പിന്നെ എന്തിനാ ഗിരിജ ഇനിയിപ്പോൾ പള്ളിയിൽ പോകുന്നത്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. എങ്കിലും എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരാഗ്രഹം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഞായറാഴ്ച അല്ലാത്ത ഒരു ജോലി തരണമേ, എനിക്ക് എന്നും ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു അവസരം തരണമേന്ന്. അങ്ങനെ എനിക്ക് ശ്രീ ചിത്ര റിസർച്ച് സെൻറ്ററിലേക്ക് ഒരു ചെറിയ റിലീവറായിട്ട് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അയൽവാസിയും ഒരു കൂട്ടുകാരിയുമായ ഒരാളിനെ കൂടെ ഞാൻ കൊണ്ടുപോയി. 2 പേരും ഒരുമിച്ചാണ് അവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ തന്നെ അവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുത്തു. അതിന് 69-70 ആ കുട്ടിയുടെ 70-69 ആ കുട്ടിയുടെ സീനിയാരിറ്റി നമ്പരും എനിക്ക് 73-70 എൻ്റെ നമ്പരുമായിരുന്നു. ഞാൻ ഫോം പൂരിപ്പിച്ചു, ജോലി ലഭിച്ചു, റിലീവറായിട്ട് ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത് അവിടെ പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നപ്പോൾ ആ കുട്ടി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എനിക്ക് പുറത്തു പോവേണ്ട ഒരവസ്ഥ വരുത്തി.
എങ്കിലും ഞാൻ അന്ന് വളരെ വിഷമിച്ചു. ദൈവമേ, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി ചെയ്തിരുന്നായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം പോലെ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ കൂടെ കൊണ്ടുപോയതാണല്ലോ, എനിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചല്ലോ എന്ന് വളരെ വിഷമിച്ച് ഞാൻ അന്ന് എന്നെ ഓഫീസിൽ വിളിച്ചുമായിരുന്നു. എന്താണ് വിഷയം എന്നറിയാൻ കരുതി. ഞാനൊന്നും അറിഞ്ഞില്ല. ദൈവമേ, എനിക്കൊന്നും അറിയില്ല, അവിടെ എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കെല്ലാം അമ്മ മാതാവ് പറഞ്ഞു തരണമേ, എന്താണ് വിഷയമെന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ ഓഫീസിൽ പോയി ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയെങ്കിലും എനിക്കെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിലനിർന്നു. എൻ്റെ അടുത്ത് പുറത്ത് പോകണമെന്ന് എന്നെ ആവശ്യപ്പെട്ടു. ഞാൻ അന്ന് പുറത്ത് പോയി വളരെയധികം വിഷമിച്ച് ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും കാശ് രൂപവും എൻ്റെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവിനോട്, അമ്മ മാതാവേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എങ്കിലും ഞാൻ പുറത്ത് പോകേണ്ടി വന്നല്ലോ. അപ്പം ഞാൻ അമ്മയുടെ മകളല്ലേ ഞാൻ, എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ പുറത്ത് പോകേണ്ടി വന്നതെന്ന് വീട്ടിൽ നല്ലവണ്ണം കരഞ്ഞു. വീട്ടിൽ വന്നിരുന്ന് സങ്കടം. പക്ഷേ എങ്കിലും എനിക്ക് കരയരുതെന്നുണ്ട്, എങ്കിൽ അമ്മ മാതാവ് എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ സങ്കടം പൊട്ടി വന്നു. വൈകുന്നേരമായപ്പോൾ എൻ്റെ മേഡം വിളിക്കുന്നു, ഗിരിജ, 1 മാസമൊന്നും നീ പുറത്ത് നിൽക്കണ്ട, നാളത്തെ തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു, തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. അത് പോയിട്ട് അവിടെ തന്നെ എനിക്ക് സ്ഥിരമായി ജോലി ലഭിക്കുകയും ചെയ്തു. ഈ 51-ാമത്തെ വയസ്സിൽ എനിക്ക് സ്ഥിരമായി തന്നെ അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ജോലി ആവശ്യപ്പെട്ട് സ്ഥിരമാകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അമ്മ എനിക്ക് സ്ഥിരമായി തന്നെ ഒരു ജോലി അവിടെ തന്ന് സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ. അത് പോയിട്ട് അടുത്ത 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരോടും എല്ലാം. എൻ്റെ വിശ്വാസം അത്ര ഭയങ്കര വിശ്വാസിയായി ഞാൻ. പിന്നെ അന്നേരം ഒരു വിശ്വാസമോ ഒന്നുമില്ലാതെ നടന്ന ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു. ഒത്തിരി ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അച്ഛൻ എപ്പോഴും പറയും, എല്ലാം വൃത്തിയും വെടിയിപ്പും വിനയുമായിട്ട് നല്ല ഭംഗിയായി ചെയ്യണമെന്ന് പറയുമായിരുന്നു ഓരോ കാര്യങ്ങളും. ആ ടോക്കൊക്കെ ഞാൻ കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. എല്ലാം ഞാൻ ഭംഗിയായി, എന്ത് കാര്യം തൊട്ടാലും ഞാനത് ഭംഗിയായി ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ആരോപണം ഉന്നയിച്ച എങ്കിലും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഭയങ്കരമായ ബ്ലീഡിങ്, അവർക്കാണെങ്കിൽ ഹസ്ബൻഡും ഇല്ല, പിന്നെ കൊച്ചുമോനും ഒരു മോളും, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളും. എന്നും എന്നോട് സങ്കടം പറയും, ഞാൻ ഹോസ്പിറ്റലിലായാൽ എന്നെ നോക്കാൻ ആരുമില്ല, എനിക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഗിരിജ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ സുഖം കിട്ടുമോ എന്തോ എനിക്കറിയില്ല, ഞാൻ എന്നാലും ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ലാബിലിരിക്കുമ്പോഴേക്കും എന്നെ വീണ്ടും ഫോൺ വിളിക്കും, ചേച്ചി ഒന്ന് വന്നേ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചതാ എന്ന്. ഞാൻ അവിടെ ആരും കാണാതെ തന്നെ പോയി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ പുസ്തകം കൂടെ കയ്യിൽ വെച്ചിരുന്നു രഹസ്യമായിട്ട് വച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് കണ്ണുനീര് ധാരധാരയായി അവർ ഒഴുകി. അവരുടെ വിശ്വാസം കൊണ്ട്, മാതാവേ, അങ്ങ് ഒരു അനർത്ഥവും വരുത്താതെ അങ്ങ് അവർക്ക് ഓപ്പറേഷനൊന്നും വേണ്ടെന്ന് പറയും. ഇതിനിടയിൽ 2 DNC ചെയ്യാൻ വേണ്ടി ഡേറ്റ് വിട്ടായിരുന്നു. അവർക്കത് ഭയങ്കരമായിട്ടുള്ള വിഷമം ഇതിൽ അനുഭവിക്കുമായിരുന്നു. ദൈവമേ, ആ ഓപ്പറേഷൻ എല്ലാം മാറ്റി വെച്ച് കൊടുക്കണമേ, അവരെ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ, അമ്മ മാതാവ് അങ്ങ് ഇടപെടണമേ എന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും പൂശി നെറ്റിയിലും കുരിശ് വരച്ചു, വയറിലും കുരിശ് വരച്ചു. അതിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അവരുടെ വിശ്വാസം എന്ന് പറയട്ടെ, അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് തന്നെ അതിശയം. നോൺ ക്രിസ്ത്യൻ ആയിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയും അവർ നോൺ ക്രിസ്ത്യാനും ആയിരുന്നു. എന്നിട്ടും അവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നാൽ അന്ന് രാവിലെ അന്ന് റിലീവറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു. ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു, സുജയ്ക്ക് പകരം റിലീവറായിട്ട് ഡ്യൂട്ടിക്ക് കയറണമെന്ന്. ഞാൻ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാണല്ലോ, അവർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അങ്ങ് കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, എങ്കിലും എൻ്റെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും ആ സുജ അറിയുന്നില്ല. വൈകുന്നേരം എൻ്റെ പറഞ്ഞ ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണെന്ന് എല്ലാവരും അപ്പോഴപ്പോയിട്ട് ഞങ്ങൾ വിളിക്കും. ഓപ്പറേഷന് സമയം, അവന് എല്ലാം ഡോക്ടർ ഡേറ്റോട്ട് സമയവും കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ്, ഒരു ടെസ്റ്റ് കൂടെ നടത്തിട്ട് എന്നിട്ട് ഓപ്പറേഷനിലേക്ക് കടക്കാമെന്ന്. അപ്പം
എന്നാൽ ശരിയെന്ന് അവർ പറയുകയും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വലിയൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അതിലൊരു കുഴപ്പവുമില്ല, പിന്നെ ഹോർമോൺ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സാധാ ഗുളിക കഴിച്ചാൽ മതി. അവരിപ്പോൾ 2-3 മാസം കൊണ്ട് ചെറിയ ഡോസ് ഗുളികയും കഴിച്ച് നല്ല ഭംഗിയായി നടക്കുകയും ജോലിക്ക് വരികയും എന്നോടൊപ്പം ഇവിടെ വരികയും ചെയ്തു. അവരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, അമ്മ മാതാവ് എനിക്ക് തന്ന കൃപകൾക്ക് അവർ കോടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. മക്കളും അതുപോലെ തന്നെ അവർക്ക് നന്ദി പറഞ്ഞു. കുഞ്ഞു കൂടെ വന്നു. ആ അമ്മയുടെ 12 വയസ്സായ ഒരു മോനാണ് അവർക്കുള്ള, ഒരു മോളും ഒരു മോനും. മോനും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി സ്തോത്രവും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞുമോന് 2.5 വയസ്സായേ ഉള്ളൂ. എന്താ അസുഖം വന്നാലും ഉടൻ പറയാം, അമ്മമ്മേ പിന്നെ ആ ഉടമ്പടി തൈലം പൂശിത്, ആ ഉടമ്പടി തൈലം ഒന്നുമില്ല, എണ്ണ വരട്ടെ ഇങ്ങനെ അവൻ പറയാൻ അറിയില്ല. ഉടൻ അവൻ എന്ത് വേദന ഉണ്ടെങ്കിലും ഉടൻ തന്നെ മാറി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഉടമ്പടി തൈലത്തിൻ്റെ വിശ്വാസം 2.5 വയസ്സായ മോൻ അനുഭവിക്കുന്നത് കണ്ട് നമ്മൾ തന്നെ വളരെ ഹാപ്പിയും അവൻ്റെ രോഗങ്ങൾ എന്ത് വന്നാലും, പനി വന്നാലും ചുമ വന്നാലും ഉടൻ തന്നെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എല്ലാവർക്കും, എൻ്റെ മോനും മരുമകളുമാണ് ഈ നിൽക്കുന്നത്, അവർ അമ്മ എവിടെ ഇറങ്ങിയാലും പറയും, അമ്മ ഉടമ്പടി തൈലം പൂച്ചി തരുമോ, ഉടമ്പടി തൈലം ഇട്ട് തരുമോ അമ്മ എന്ന് ചോദിക്കും. ഞാൻ പറയും മോനെ ഇട്ട് തരാം. അങ്ങനെ എനിക്ക് ഡെയിലി ഒരു ദിവസം പോലും ഉടമ്പടി തൈലം ഇടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ല. അപ്പം സെപ്റ്റംബർ 5 എൻ്റെ വീട് പാല് കാച്ച്, സെപ്റ്റംബർ 8 മോൻ്റെ വിവാഹം. പിറ്റേന്നോട്ട് ഞാൻ ഉടമ്പടി തൈലം മോന് ഇട്ട് കൊടുക്കുമ്പോൾ മോൻ പറയും, അമ്മ എന്താ എൻ്റെ ഭാര്യയ്ക്കും കൂടെ ഇട്ട് കൊടുക്കണം, എൻ്റെ മരുമകളാണ്. എന്നും ഞങ്ങൾ ഉടമ്പടി തൈലവും പൂച്ചേ ഇട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പുറത്തിറങ്ങാറുള്ളൂ. ദൈവം അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. അതിന് തിരുവമാന് 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എന്തെന്നാൽ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യും. അത് പത്രം കൊടുക്കുമ്പോൾ ഞാൻ പൂജപ്പുരയാണ് വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. അവിടെ ആദ്യം കാണുന്നത് ബസ് ഇറങ്ങുമ്പോൾ ഓട്ടോ ഡ്രൈവർ അവർക്കൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും. പിന്നെ ആരെങ്കിലും പുച്ഛത്തോടെയാണ് ആ പത്രം വാങ്ങുന്നതെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞേ പത്രം വിതരണം ചെയ്യാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് ചെറിയൊരു ശമ്പളത്തിലാണ്, കമ്പനി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്കിലും എന്നിലാവുന്നത് വിദ്യാഭ്യാസപരമായ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ പിന്നെ ആരും അറിയില്ല ഞാൻ കൊടുക്കുന്ന പ്രവർത്തനമൊന്നും. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യും. ഫുഡ് ആർക്കെങ്കിലും വിശന്നിരിക്കുകയാണ്, കാശ് വേണമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നാലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ആർക്കായിരുന്നാലും എന്നിൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തിരിക്കും. പിന്നെ രോഗികളെയും പോയി സന്ദർശിക്കും. ഒരുപാടൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് ഇനിയും ഞാൻ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കിനി എൻ്റെ ജീവിതകാലമൊക്കെയും ഈ ഉടമ്പടിയിൽ എൻ്റെ മാതാവിനും തിരുകുമാരനോടും ഒപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് ഇനിയും അടുത്തും ഒരു സാക്ഷി പറയാൻ എൻ്റെ മനസ്സിലുണ്ട്. അതും എൻ്റെ ദൈവം എനിക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. പ്രത്യേകിച്ച് പറഞ്ഞു എൻ്റെ ജോലിയുടെ, അവർക്കെല്ലാം എൻ്റെ ജോലി പറഞ്ഞ എൻ്റെ സാക്ഷ്യവും അവരുടെ രോഗത്തിൻ്റെയും എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ദൈവത്തിന് നന്ദി പറയുന്നു. മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഈ ചേച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ 3 മാസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്കായിരുന്നു, ഹോസ്പിറ്റലും ജോലിയായിരുന്നു. ഹസ്ബൻഡ് ഫസ്റ്റ് കൊറോണ ടൈമിന് മരിച്ചു. 2 കുഞ്ഞുങ്ങൾ ഞാൻ ജോലി ചെയ്താണ്, വീട്ടുജോലിയും കൂടെ ചെയ്താണ് ഞാൻ വളർത്തുന്നത്. എനിക്ക് ഫുൾ സപ്പോർട്ട് വേണ്ടി നന്ദി പറയുകയാണ്. ഞാൻ ദൈവത്തോട് അത്രമാത്രം നന്ദി പറയുകയാണ്. എൻ്റെ പേര് നവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ, എൻ്റെ മോൻ റോയൽ. ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാനും അതുപോലെ തീർത്ഥാടനം ഉടമ്പടി എടുക്കുവാനും ജപമാല റാലി കൂടുവാനും വേണ്ടി മാത്രമാണ് അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എൻ്റെ ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്.
എനിക്ക് ജോലി കിട്ടാൻ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളായിരുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു മോനും കൂടി ഉണ്ട്, കുഞ്ഞുമോൻ. അപ്പോൾ അവനെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ നാട്ടിൽ ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് മാറി. അപ്പോൾ ജോലിക്കൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പം ഞാൻ കരുതിയിരുന്നത് 2 മാസം കഴിയുമ്പോൾ അവനെ സ്കൂളിൽ ചേർത്താം, എനിക്ക് വീണ്ടും ഒരു നല്ല ജോലിക്ക് ലോട്ട് പ്രവേശിക്കാം എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അമ്മ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടും, അമ്മ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അന്ന് അങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയൊരു തെറ്റായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്നങ്ങനെ പറഞ്ഞോ അന്ന് മുതൽ ഞാൻ ജോലി കിട്ടാതെ വിഷമിക്കുന്നതാണ്. ഞാൻ 8 മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു. ഞാൻ ഡിപ്രഷനിലോട്ട് പോയി. അപ്ലൈ ചെയ്യുന്ന എല്ലാം റിജക്റ്റ് ആവുമായിരുന്നു. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥനാ ജീവിതം തുടങ്ങി. കൊന്ത മുടങ്ങി കിടക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കാലമായിട്ട് കൊന്തയില്ലായിരുന്നു. ഞങ്ങൾ സ്ഥിരം കൊന്ത ചെല്ലാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിലെല്ലാം ഒത്തിരി ഉയർന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം മുടങ്ങാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ധ്യാനം കൂടുകയും സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹോംലെസ് ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ തന്നെ ഞാൻ ഡെൻറ്റിസ്റ്റ് റിലേറ്റഡ് ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോയി. എനിക്ക് സിഡ്നി അവിടുത്തെ ഡെൻറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് ലഭിച്ചു, കോർഡിനേറ്റർ പോസ്റ്റായിട്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയേറെ എനിക്ക് സന്തോഷമായി. അതുപോലെ ഞാൻ അന്ന് ജോലി കിട്ടുമ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ ഞാൻ അതിലൊരു ക്ലോസ് വെച്ചിരുന്നു, എനിക്ക് ഒരു നല്ല ജോലി മാത്രം പോരാ, എനിക്ക് വർക്ക് ഫ്രം ഹോമോട് കൂടിയ ഫ്ലെക്സിബിളായ ഒരു ജോലി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് നിയോഗത്തിൽ എഴുതിയിരുന്നു. മാതാവിനോട് ഞാനത് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഈ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അതിലില്ല. എനിക്ക് ഒരു തരത്തിലും വർക്ക് ഫ്രം ഹോം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. എങ്കിലും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ജോലി എടുക്കേണ്ടി വന്നു. അപ്പം പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവർ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഞാനിനി തിരിച്ചു ചെല്ലുമ്പോൾ അതിന് ട്രെയിനിങ്ങിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറന്ന കാര്യം മാതാവ് ഓർത്ത് എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ജോലി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് നടത്തി തന്നു. അതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാനും ഹസ്ബൻഡുമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 4ാമത്തെ ദിവസം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് മാതാവ് അത് എനിക്ക് സമയത്തിൻ്റെ ഒന്നും ഞാൻ ഉടമ്പടിയുടെ തുടക്കമായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ മോളെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇപ്പോഴാണ് മോളെ വരാൻ പറ്റിയത്. അപ്പം ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാതാവ് പറഞ്ഞു, മോളൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പോവുക, പക്ഷേ ഞാൻ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ടാണ് മാതാവ് പോയത്. എന്നിട്ടും ജോലി കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി. അതുപോലെ 2ാമതും മാതാവ് എനിക്ക് ഒരു ദർശനം തന്നു. അപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടാൻ വൈകിയപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്, എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കും വരുത്തിയില്ല. ഞങ്ങൾ എല്ലാ ദിവസവും 5:30 എണീക്കും. എൻ്റെ മോനും ഞങ്ങളുടെ കൂടെ എണീറ്റ് 5:30 പ്രാർത്ഥന കൂടും. അതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാം നന്നായി തന്നെ ചെയ്തു. അവസാനം ജോലി കിട്ടി. അപ്പം ഞാൻ ജോലി കിട്ടുന്നതിന് മുൻപ് എനിക്ക്
ഈ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടെങ്കിലും എനിക്കൊരാഗ്രഹം, എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മാതാവിനോട് പറയുകയാണ്, ഇത് സ്വപ്നത്തിലല്ലേ കണ്ടത്, എനിക്ക് നേരിട്ട് എന്തെങ്കിലും ഇതെൻ്റെ തോന്നലായിരിക്കുമോ, എനിക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് നൽകണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് പുറം വേദനയുള്ള ആളാണ്. അപ്പം ഞാനൊരു ദിവസം പുറത്ത് മരുന്ന് പുരട്ടി ഫുൾ ആ റൂമിൽ ഒന്നിനും എൻ്റെ പുറത്ത് പറ്റുന്ന വേദനയുടെ പെയിൻ ബാമിൻ്റെ സ്മെല്ല് മാത്രമാണ് ആ റൂമിലുള്ളത്. വേറെ ഒരു സ്മെല്ലും ആ റൂമിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ആരാധന ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സിന് എനിക്ക് സുഗന്ധാഭിഷേകം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം എനിക്ക് അത്ര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ ചോദിക്കുന്നുണ്ട്, ജോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, മണം കിട്ടുന്നുണ്ടോ ചേട്ടാ? അപ്പം ആൾക്ക് കിട്ടിയില്ല, എനിക്ക് മാത്രമാണ് അത് കിട്ടിയത്. ആ ഒരു സുഗന്ധാഭിഷേകം കുറച്ച് സെക്കൻഡ്സിന് ലാസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എങ്കിലും എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ അപ്പോഴേക്കും പോയി ജനലൊക്കെ ഞാൻ നോക്കുക, ഞാൻ പുറത്തുനിന്നെങ്ങാനും ആണോ ഈ മണം വരുന്നത് എന്ന്. പക്ഷെ ഒരിക്കലും അല്ലായിരുന്നു. മാതാവ് അപ്പം എനിക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ഒരു അനുഗ്രഹം അതെനിക്ക് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. മാതാവിനും ഈശോയ്ക്കും വീണ്ടും നന്ദി പറയുന്നു. ഞാൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിയോഗങ്ങളായിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു സാമീപ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. ഞങ്ങൾ വേറെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്ങിനും അതുപോലെ ഞങ്ങളുടെ ഫാമിലിക്കുള്ള പ്രൊട്ടക്ഷനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ എപ്പോഴും യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ആൾക്കുണ്ടായ അനുഭവങ്ങൾ ആൾ തന്നെ ഷെയർ ചെയ്യും. എൻ്റെ പേര് ജോൺ വർഗീസ്. ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഓൾറെഡി ഒരു ഭക്തി മാർഗത്തിലൂടെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ ഞാനതിൽ ഉടമ്പടിയിൽ ചേർന്നില്ല. തുടക്കത്തിലൊന്നും എനിക്കതിൽ വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അത്ര നല്ല ഇതൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അതിനുശേഷം ഭാര്യയെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ദർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് എന്നെ ശരിക്കും പിടിച്ചൊന്ന് ഒലച്ച പോലെ തന്നെയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും നാൾ പ്രാർത്ഥിച്ച എനിക്ക് ഇതുവരെ ഒരു ദർശനമോ ഒരു സാമീപ്യമൊന്നും തന്നിട്ടില്ല. ഇന്നലെ എടുത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഞാൻ ഭാര്യയുടെ കൂടെ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് ഞാൻ വന്നു. ഉടമ്പടി എടുത്തില്ല, ഉടമ്പടി ജീവിതത്തിൽ രാവിലത്തെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനങ്ങളും ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്ന് മുതൽ ആ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു അന്ന് മുതൽ എല്ലാ ആഴ്ചയും മിക്ക ദിവസവും ആകാശത്ത് ഞാൻ മഴവില്ല് കാണാൻ തുടങ്ങി. മഴവില്ല് ഫുള്ളല്ല, ഒരു കാൽഭാഗം, ക്വാർട്ടർ ഭാഗം മാത്രം എപ്പോഴും കാണും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറയും ഇന്നും മഴവില്ല് കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കും എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മകൻ ചോദിച്ചു, അപ്പൻ ഇനി എന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഉറപ്പായിട്ടും ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതായിരിക്കുമെന്ന്. അതൊരു തേഴ്സ്ഡേ ആണ്. അത് കഴിഞ്ഞ് സാറ്റർഡേ എനിക്കൊരു എക്സ്ട്രാ വർക്ക് വന്നപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോവുകയായിരുന്നു. മോർണിംഗ് 7 o'clock. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഴവില്ല് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആകാശം വിരിഞ്ഞ് നിൽക്കുന്ന ഇത്രയും വലിപ്പമേറിയൊരു മഴവില്ല് അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒത്തിരി ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. വാഹനത്തിലിരുന്ന് തന്നെ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സൺഡേ ജൂൺ 15 സൺഡേ ഞാൻ ഉടമ്പടിയിലോട്ട് ഓൺലൈൻ ഉടമ്പടി ഞാനും എടുത്തു. പക്ഷെ ഞാൻ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. ആകെ 3 കാര്യമേ ചോദിച്ചുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ബ്ലെസ്സിങ്സ്, അതുപോലെ മാതാവിൻ്റെ ആ ശക്തമായ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഈ ഉടമ്പടി നന്നായി പാലിക്കുവാനുള്ള ഒരു കൃപാവരം. അത് 3 കാര്യമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ആ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് സ്ഥിരമായി തന്നെ മഴവില്ലിൻ്റെ സാന്നിധ്യത്താൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കാണുകയുണ്ടായി. ഞാൻ എപ്പോഴെല്ലാം ട്രാവൽ ചെയ്യുന്നുവോ, ആ ദൂരയാത്രകൾ ചെയ്യുന്നു, അപ്പോഴെല്ലാം ആകാശത്ത് എൻ്റെ വലത്തെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ മഴവില്ല് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുള്ളത് സിഡ്നിയിലാണ്. അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് കാൻബറ ഒരു വർക്ക് സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു.
വാഹനത്തിൻ്റെ നിയന്ത്രണം പോയി. ഞാൻ നോക്കുമ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറയുന്ന പോലെയോ എന്തോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ബ്ലാങ്ക് ഔട്ടായി. പക്ഷേ ആരോ പിടിച്ചു നിർത്തിയതുപോലെ തന്നെ ആ വാഹനം നിന്നു. വാഹനം റോട്ടിൽ നിന്ന് മണ്ണിലോട്ട് ഇറങ്ങി സമാധാനമായിട്ട് നിന്നു. എനിക്കറിയില്ല ആരാണ് പിടിച്ചു നിർത്തിയതെന്നോ. ഞാൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല. കാരണം സ്റ്റിയറിംഗ് പോലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കണ്ടത് ആകാശത്ത് വീണ്ടും മഴവില്ല്. അത് ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഒരു മങ്ങിയ തരത്തിൽ ചെറിയ ഒരു മഴവില്ലാണ് കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം ഞാൻ ശക്തമായി വിശ്വസിക്കുകയാണ് മാതാവും ഈശോയും കൂടി തന്നെയാണ് എന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിനെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ എൻ്റെ നേട്ടങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടായാലും ജീവിതത്തിലെ ഒരു വലിയൊരു സമാധാനവും സന്തോഷവും അത് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ. അതിനെല്ലാമായിട്ട് ഒത്തിരി നന്ദി ഞാൻ ഈശോയോടും മാതാവിനോടും പറയുകയാണ്. എല്ലാത്തിനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഹോംലെസ് പേഴ്സൺസൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക, അതുപോലെ പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തത്. പിന്നെ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് എന്തൊരവസരം വന്നാലും ഞാനത് മിസ്സാക്കാറില്ല. എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും അത് ആരോടാണെങ്കിലും ഞാനത് സ്ഥിരമായിട്ട് ഞാൻ ആ സാക്ഷ്യം പോലെ ഞാൻ പറയും. എൻ്റെ ഭാര്യയ്ക്ക് വന്ന അനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവിടെയുള്ള കൂടുതലും ഉള്ള ഓസ്ട്രേലിയൻസിനോടൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴും ആ കുമ്പസാരിപ്പിക്കുന്ന വൈദികരോട് വരെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവർ അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെ കേൾക്കുവാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സ്ഥിരസാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീര, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹാക്ക്. ഞങ്ങൾ UK നിന്ന് വരുന്നു. ഞങ്ങളുടെ സ്ഥലം വാകത്താനമാണ്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുണ്ടാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഓർക്കും ഇതെന്താ അങ്ങനെ ആവാത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ കാണുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പല സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി, ഞങ്ങൾക്കും മാതാവ് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും, ഞങ്ങൾക്കും അമ്മയുടെ പ്രതിഷ്ഠീകരണ സാക്ഷികളായി ഞങ്ങൾക്കും ഉയരാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ നിയോഗം വെച്ചായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കണം. 2024 മാർച്ച് 27 ഞങ്ങളിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതായത് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിനി വേറൊരു ആശ്രയമില്ല, അമ്മേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ മക്കളുണ്ടാകാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, അതൊരു വല്ലാത്തൊരു വിഷമാണ്, അത് ഇല്ലാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അമ്മേ ഒരു അമ്മയാണല്ലോ, അമ്മയുടെ കയ്യിലുള്ള തിരുക്കുമാറിനെ ഞങ്ങൾക്കും തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിന് മുന്നിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ആ സാക്ഷ്യങ്ങളിൽ ആ ചേച്ചിമാരും ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞ പോലെ ഞാൻ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. അമ്മയുടെ കയ്യിലുള്ള ആ തിരുക്കുമാറിനെ ഞങ്ങൾക്ക് തരണേ, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരു അമ്മയോട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ വന്നു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് തീരുമാനമെടുത്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഓരോ വെക്കേഷന് വരുമ്പോഴും.
അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഓക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മാനസികമായ രീതിയിൽ അങ്ങനെ പോയി. ആ സമയത്ത് പക്ഷേ ഇവിടെ വന്ന കാലുകുത്തിയ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല, ഒരു ഡോക്ടർമാരെടുക്കാൻ പോകത്തില്ല. ഈശോ ഞങ്ങൾക്ക് തരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മതി, അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ മതി എന്നൊരു ഉറച്ച് വിശ്വസിച്ചു. ഹസ്ബൻഡ് എപ്പോഴും പറയും വേണം നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, ഓരോ മക്കളെ കാണുമ്പോഴും ഓരോരുത്തർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കും ഒരു കുഞ്ഞ് വേണമെന്നൊരു ഭയങ്കര ഒരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അതാത്തപ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് നോക്കി പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഒരു വർഷം ഒരുങ്ങുമായിരുന്നു, എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ അനുവദിക്കണേന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പം ഞാനിങ്ങനെ എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉറപ്പായിട്ടും മാതാവിനെ കിട്ടുമെന്ന്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല അമ്മ. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് അമ്മേനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് എടുത്തപ്പോൾ എനിക്കും തന്നെ മാതാവിനെ ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഓർമ്മയില്ല, മാതാവും ഞാനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ പ്രദക്ഷിണമായി വന്നു, നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഒരിക്കലും എനിക്ക് കുഞ്ഞുണ്ടാകണേ എന്നൊരു കാര്യം പറഞ്ഞില്ല. എനിക്കറിയില്ല, വല്ലാത്തൊരു മനസ്സിൽ സന്തോഷവും ഒരു സമാധാനവും എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ ഒന്നും ഓർത്തില്ല. ഞാനും അമ്മയും, ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ട് എങ്കിലും ഞാനും അമ്മയും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയം. അങ്ങനെ ഞങ്ങൾ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നിൽ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളാണെങ്കിൽ ഒരുങ്ങി വന്ന് വേണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ വർഷം കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ 6 നിയമങ്ങളൊക്കെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുന്നിൽ ഞാനിവിടെ ചോദിച്ചായിരുന്നു, അന്ന് ഇവിടെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇതിപ്പോൾ ലൂർദിൽ പോയി. ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കാരണം UK ചെന്ന സമയത്ത് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിക്ക് എൻ്റെ റിക്വസ്റ്റ് വിട്ടായിരുന്നു. ഓൺലൈനായിട്ടുള്ള ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ ചെന്ന സമയത്ത് എനിക്ക് ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഒക്കെ അടുത്ത ചാൻസിൽ എക്സാം എഴുതാൻ പറ്റി. ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാച്ചിൽ ആകെ 2 പേരാണ് ജയിച്ചത്. അതിൽ അമ്മയുടെ ഒറ്റ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റിയത്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഉടമ്പടി എടുത്തല്ലോ, തീർത്ഥാടന ഉടമ്പടി, അപ്പം ഇനി കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പോൾ അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി നിങ്ങൾ പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അപ്പം നിങ്ങൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം, അച്ഛൻ നിങ്ങൾക്ക് കാശുരൂപൊക്കെ തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 17-ാം തീയതി പിന്നെയും തിരിച്ചിവിടെ വന്നു. ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛൻ ഞങ്ങളെ ഒരു കാശുരൂപം തന്നു. ആ കാശുരൂപം തന്നു. ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ എനിക്ക് സാഹിത്യം എൻ്റെ കയ്യിൽ നിന്ന് തന്നായിരുന്നു. അടിവയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഒരു വിശ്വാസപ്രമാണം ചെല്ലാനാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം 6 പ്രാവശ്യം 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് അമ്മേ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ 1-2 പേർക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ അടിവയറ്റിലും കൂടെയാണ് ഞാൻ പരട്ടുന്നതെന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഉടമ്പടി തന്നെ ജീവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉടമ്പടി രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ചെല്ലാനും വൈകുന്നേരം സായന പ്രാർത്ഥന, ഇവിടുത്തെ 6 നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിക്കാൻ തുടങ്ങി.
പിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ, ഉപവസിക്കാനായിട്ട്, എന്നാലാകുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിനോടൊക്കെ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനായിട്ട്. അവർ പറയുന്ന ചില സമയത്ത് അവർക്ക് ഇങ്ങനെ അവരെ കേൾക്കുന്നില്ല എന്നൊരു വിഷമാണ് അവിടെ ഉള്ളവർക്കൊക്കെ. അപ്പം അവരെ കൂടുതൽ കേൾക്കാനായിട്ട്, അവർക്ക് ചിലപ്പോൾ പല പല വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ എന്നൊക്കെയുള്ള അതിനുള്ള സമയം കണ്ടെത്താനും ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ദൈവികമായ രീതിയിലേക്ക് എനിക്ക് നമ്മൾ കാരുണ്യപൂർവ്വം അവരോട് പെരുമാറാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറി. അതിനുശേഷം എല്ലാ നേർച്ച വസ്തുക്കളും ഇവിടുന്ന് കിട്ടിയ തൈലം, അതുപോലെ തന്നെ ഉപ്പ്, തേന്, എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുമായിരുന്നു. തൈലടി വയറ്റി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ തന്ന കാശുരൂപം ഞങ്ങളുടെ ബെഡിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. ആ കാശുരൂപം എപ്പോഴും ഏത് സമയത്ത് ഞങ്ങൾ കൂടുതൽ കൊണ്ടുപോകും. അതും വയറ്റി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ച് പോന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു വിഷമം, അതായത് മാതാവേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഇല്ല, എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരുമെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം എനിക്ക് പിന്നെ ഒരു കുറച്ച് നാട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മാസമൊക്കെ ആയപ്പം എനിക്ക് പിന്നെ ഒരു വല്ലാത്ത വിഷമങ്ങൾ. ഇതേ ഇനി ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ സമയം പോലെ തോന്നുമായിരുന്നു. ഇപ്പം താമസിക്കുന്നോറും ഭയങ്കര ഒരു വിഷമം, ദൈവമേ ഇനി താമസം ഉണ്ടാവരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരും, നമ്മൾ സാക്ഷി പറഞ്ഞിരിക്കും, നമ്മളെ ദൈവം ഉറപ്പായിട്ടും നമ്മളെ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ലൂക്ക 1:37 ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്ക 1:37 മനുഷ്യൻ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വചനങ്ങൾ ഏറ്റു പറയുമായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ 1 സാമുവേൽ 1:27 ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വചനങ്ങളും എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഉണ്ടായ അവമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവനെ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അച്ഛൻ്റെ അടുത്ത് ഞങ്ങളിവിടെ വന്നായിരുന്നു. അച്ഛൻ ഇത് കാശുരൂപൊക്കെ തന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ അടുത്ത വർഷം ഇവിടെ ഈ വാൾത്താരയിൽ വന്ന് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോക്കോളൂ, അതുപോലെ തന്നെ സാധിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മയോട് പോയത്. അങ്ങനെ അതിനുശേഷം ജൂലൈ ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാണ്ട് അമ്മ എന്നെ തോന്നിപ്പിക്കുമായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് ഒരിക്കലും എപ്പോഴും നെഗറ്റീവ് കണ്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, വിഷമായിരുന്നു എനിക്ക് നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇനി നോക്കത്തില്ല. ഓരോ ഉടമ്പടി ധ്യാനം കാണുമ്പോഴും ഞാൻ പറയുമായിരുന്നു, അമ്മ ഇനി പറയാതെ, എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വേറെ കാണിക്കാതെ ഞാൻ ഇനി നോക്കത്തില്ല. അപ്പം പിന്നെ എനിക്ക് അമ്മ ധൈര്യം തന്നു, ഇല്ല നീ നോക്കണം, നിനക്ക് ഉറപ്പായിട്ട് നീ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പം അന്ന് ഞാൻ സാക്ഷിയൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെ എനിക്ക് കാണണം, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അമ്മ എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു ഓരോ സമയത്ത്. അങ്ങനെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുന്നിൽ ഞാൻ 2 പച്ചത്തിരി നിലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചെല്ലിയതിന് ശേഷമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് തരും, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ പോയി നോക്കി. ആ സമയത്ത് 2 വാരം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് അമ്മയോട് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അമ്മ എനിക്കൊരു അമ്മയാ പറ്റിയില്ലെന്നോർത്ത് ഒത്തിരി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ട് അപ്പോഴും ഞാൻ തിരിച്ചു വന്നു. അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. അമ്മയുടെ പ്രതീക്ഷയാണെന്ന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തേനെ ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ പുറത്തൊക്കെ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ. അതുവരെയ്ക്കും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, പ്രൂഫ്. അപ്പം പിന്നെയും വിഷമായി എന്തുകൊണ്ട്. പിന്നെ ഞാൻ ഓർത്തു, ഇല്ല നമ്മൾ കുലുങ്ങരുത്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഞങ്ങൾ 3 മാസം നോക്കിയിരുന്നു. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി, പ്രഗ്നൻസി ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ നെർച്ചോസുകളും കൈ പിടിച്ചോണ്ട് പോകുന്നത്, എല്ലാം അത് കഴിക്കുകയും ചെയ്ത്, എല്ലാ നെർച്ചോസുകളും കഴിക്കുകയും ചെയ്ത് തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാശ് രൂപം കൈ കൊണ്ടായിരുന്നു. ഉപ്പ് ഞാനാണ് ഈ സ്കാനിങ്, ഞങ്ങൾ 2 സ്കാനിങ് മെഷീനിൽ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആരും കാണാതെ സ്കാനിങ് മെഷീൻ്റെ അവിടെ ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർ ആ പ്രോബ് എന്നെ വയറ്റി വെച്ചു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മേ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഉറപ്പാണ്, എനിക്ക് തന്ന പോലെ ഇങ്ങനെ മക്കളില്ലാത്തവരൊക്കെ എല്ലാവർക്കും അമ്മ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു വിശ്വാസവും എല്ലാം അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും. അമ്മ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് അമ്മയോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം സാധിച്ചു തരുമെന്നൊക്കെ ഞാൻ എല്ലാവരും പറയുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ വിചാരിക്കണം, ഇനി നമുക്ക് വേറൊരു വഴിയില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ അമ്മ എൻ്റെ ഫയലും അമ്മ എടുക്കണേന്ന് അന്ന് അച്ഛനൊരു ധ്യാനത്തിൽ പറയും. അപ്പം അച്ഛൻ എപ്പോഴും പറയും. അങ്ങനെ ഞങ്ങളും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു, അതെ ഞങ്ങളുടെ ഫയലും അമ്മ എടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെന്നും. അങ്ങനെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട് എങ്കിലും ആ ഒരു അമ്മയുടെ ഉപ്പിട്ട് ഞാൻ കഞ്ഞി കുടിക്കായിരുന്നു. അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ജോലി ചെയ്യാനായിട്ടും എല്ലാത്തിനുള്ള കഴിവ് അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു ഇതാണ്, എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ നമ്മളോട് ഒരു ഭയങ്കര ഒരു സ്നേഹമാണ്. കണ്ടോ അവർ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളും പറയും ഇത് ഞങ്ങളിങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒത്തിരി പേര് ഞങ്ങളുടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം കാരണം ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ അവർക്കൊക്കെ പത്രം കൊടുത്തായിരുന്നു. എപ്പോഴും ഞാൻ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ മുന്നോട്ട് പോയി. ആ ഒരു സമയത്താണ് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്നത്. അമ്മേനെ കൊണ്ട് എനിക്ക് എൻ്റെ വയറ് കാണിക്കണം, ഇവിടെ വരണം. അപ്പോൾ ഞാൻ 7-ാം മാസം ഞാനിവിടെ വന്നു. ആ സമയത്ത് ഞാൻ തന്നെയാണ് വന്നത്. അമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് എനിക്കൊരു കാലിലൊരു നീര് പോലും ഇല്ലാതെ അമ്മ എന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി. ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നു ഫ്ലൈറ്റിൽ. ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൽ നീര് വന്നേ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇവിടെ തന്നെ വന്നു. അതിനുശേഷം ഹസ്ബൻഡ് അതിന് ശേഷമാണ് വന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു. അമ്മേനെ ഇവിടെ വന്ന് വയറ് കാണിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ തന്ന കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അമ്മയുടെ മുന്നിൽ ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് ഞങ്ങൾ അപ്പനും അമ്മയാകാൻ പോവാണ്, അമ്മ തന്നതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷിത സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനോർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. അമ്മ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും ഡെലിവറി കാര്യങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്തേക്കണേ. അങ്ങനെ അതിനുശേഷം ഇങ്ങനെ എനിക്ക് പിന്നെ നമ്മുടെ നോർമൽ ഡെലിവറിയിലൂടെ 1-2 ദിവസം താമസം വന്നു. പക്ഷേ എങ്കിലും മാക്സിമം വേദന വന്നു പോയി അങ്ങനെയൊക്കെ നിൽക്കുവാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സമയത്ത് മാതാവിൻ്റെ ഒരുപാട് ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ ഇപ്പം സമയം തികയാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ പ്രസവത്തിന് സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അമ്മയാണെങ്കിൽ അവിടെ വരണം, അമ്മ പ്രസവത്തിന് സമയത്ത് അമ്മ വേണം കുഞ്ഞിനെ എടുക്കാനെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസവം ഒരു മെയിൽ ഡോക്ടറാണ് എടുക്കേണ്ടത്. പക്ഷേ ആ ഡോക്ടറൊന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഒരു ഫീമെയിൽ ഡോക്ടറാണ് എൻ്റെ അടുത്ത്. അതിനുശേഷമാണ് മെയിൽ ഡോക്ടർ വന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ നീല സ്ക്രബിലിരിക്കുന്നത് എൻ്റെ കൃപാസന മാതാവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് ഈ കുഞ്ഞുണ്ടായെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് UK ഞങ്ങൾക്ക് ഒരു വീട്, ഞങ്ങൾ എപ്പോഴും UK ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് കടമകളൊക്കെ നമുക്ക് കടക്കണമായിരുന്നു. പേപ്പർ വർക്കിൻ്റെ രീതിയിലായാലും നമുക്ക് ഫൈനാൻസ് രീതിയിലായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കടമകളൊക്കെ കടന്നു പോകണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ
വേറെ ചുമ്മാ ഒരു നിയോഗമായിട്ട് എഴുതി, അമ്മേ UK ഒരു വീട് മേടിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണമെന്ന്. ഒരിക്കലും ഈ ഉടനെ അനുവദിക്കണം എന്നൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല. ഒന്ന് അനുവദിക്കണേ, എപ്പോഴെങ്കിലും അനുവദിക്കണമെന്ന് എഴുതിയായിരുന്നു. ഈ 2000 എന്നിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് കറക്റ്റ് 3-ാമത്തെ മാസമായപ്പോൾ ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കറക്റ്റ് വീടിൻ്റെ കീ കിട്ടി. ആ വീട് കാണാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പ് എപ്പോഴും ഞങ്ങൾ എല്ലാ കശുരൊക്കെ കൊണ്ടുപോകും. ഉപ്പ് ഞങ്ങൾ ആ വീടിൻ്റെ ജനലിൻ്റെ ഒരു പടിയിൽ ആരും ചവിട്ടാത്തടുത്ത് ഞങ്ങൾ ഇടും. വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയോട് പറയും, അമ്മേ ഞങ്ങൾക്കറിയത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും, അമ്മയ്ക്കാണ് എല്ലാം അറിയാവുന്നത്, അമ്മ ഇത് ഞങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് മേടിച്ചു തരണേ എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നു. അപ്പം അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ടിരിക്കുന്ന ഈ കല്ലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാര കളർ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കൃപാസന മാതാവ് തന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. അങ്ങനെ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് 3 മാസം ആകുന്നതിന് മുന്നേ കീ കിട്ടി. അപ്പോൾ ഹസ്ബൻഡിനെ നിർബന്ധമായിരുന്നു 90-ാമത്തെ ദിവസം തന്നെ നമുക്കവിടെ കയറി താമസിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫർണിച്ചർ ഒന്നും മേടിച്ചില്ല. 27 ജൂൺ 2024 കറക്റ്റ് 90-ാമത്തെ ദിവസം ഞങ്ങൾ അച്ഛനെ വിളിച്ചു. അവിടെ ആ വീട്ടിൽ കയറി താമസിച്ചു. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് തീർത്ഥാടന ഉടമ്പടിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് കളർ റിക്വസ്റ്റും ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കാര്യം മാത്രമല്ല പലരുടെ ആ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ലൈറ്റ് കളർ റിക്വസ്റ്റൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മേ അതിനെല്ലാത്തിനും 1000 അവരുടെ എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു. ലൈറ്റ് കളർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് അവിടെ ഗവൺമെൻറ്റിൽ NHS ജോലി കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നോർമലൊരു ജോലിക്കാണ് കയറിയത്. കറക്റ്റ് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്ത് ഓക്കെ NHS ചുമ്മാ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ NHS അപ്ലൈ ചെയ്തു ഗവൺമെൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് കളർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം കൂടി. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ, അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് ചൊവ്വാഴ്ച കേട്ടോ, എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതിന് മുന്നിൽ ജോലി ചെയ്ത സ്ഥലത്തായാലും ഇവിടെ ആയാലും സൗദിക്ക് പോയപ്പോഴും ദുബൈക്ക് പോയപ്പോഴും UK പോയപ്പോഴായാലും എന്ത് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കാര്യത്തിലും എല്ലാം. അപ്പം ആ ചൊവ്വാഴ്ച ദിവസം എല്ലാ ഉടമ്പടി ധ്യാനം കണ്ടു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. നമുക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ കോള് വന്നു, ഹസ്ബൻഡിന് ജോലി കിട്ടി. അങ്ങനെ അവിടെ ഒരു ജോലി നമുക്ക് കിട്ടാനും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനാഥാലയത്തിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ എങ്ങും പോയി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പുറത്ത് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി രീതിയിലൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നേഴ്സായതുകൊണ്ട് അവിടെ പേഷ്യൻസിനോടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറാനും പിന്നെ കൂടുതൽ കെയറോടെ നോക്കാനും കാരുണ്യത്തോടെ നോക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ വിശ്വാസം കുറവുള്ളവരോട് ഞാനിങ്ങനെ പറയും, ഇങ്ങനെ ഉണ്ട്, ജീസസ് ഉണ്ട്, മാതാവുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ വളരാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് അതെല്ലാ ദിവസവും കാണും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഏത് സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടാലും അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സാക്ഷ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ ആ വ്യക്തികൾക്ക് അത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അല്ലാതെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഹസ്ബൻഡ് ഞാൻ വചനങ്ങളൊക്കെ എല്ലാവർക്കും ഡെയിലി മോർണിംഗിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. അമ്മേ മാതാവേ, എനിക്കറിയത്തില്ല, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ആൾക്കാരെ കയറി നിന്ന് ഇങ്ങനെ അമ്മേനെ ഈശോയ്ക്ക് തിരുമാറിണ്ടും ഇങ്ങനെ മഹത്വം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠയുടെ സാക്ഷിയൊക്കെ ഞങ്ങളെ ഉയർത്തിയതിനും
എല്ലാത്തിനും നന്ദി പറയുന്നു അമ്മേ. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പുതുക്കുകയും ചെയ്ത് ഇനി ആ ഉടമ്പടിയിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അനുഗ്രഹം എല്ലാം അമ്മേ മാതാവേ ഞങ്ങൾക്ക് തന്നേക്കണേ. ആയിരം നന്ദി. എൻ്റെ പേര് റിൻഡ മേരി പ്രകാശ്. ഞാൻ വരുന്നത് റാന്നിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 1-ാം തീയതിയാണ്. എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ PG കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. ആദ്യം എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ലഭിച്ചു. അന്ന് ലഭിച്ച സമയത്ത് ഞാനത് വായിച്ചു. എന്നാലും അതിലെപ്പോഴും ഉടമ്പടി എന്ന വാക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ അതെൻ്റെ പഠിക്കുന്ന ടേബിളിൽ ഡ്രോയറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലരും വഴി എനിക്ക് ഈ പത്രം കിട്ടാനിടയായി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് ഈ പള്ളിയിലൊന്ന് പോകണം, ഇതെവിടെയാണെന്ന് അറിയില്ല. പിന്നെ പലരും വഴി അന്വേഷിച്ചു. അങ്ങനെ ഞാനൊരു കോച്ചിങ്ങിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ട് വളരെ യാദൃശികമായിട്ട് എൻ്റെ ഫോണിൽ ഒരാൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയുണ്ടായി, കൃപാസന അമ്മയുടെ ഒരു ചിത്രം. അപ്പോൾ ഞാൻ ആൻറ്റിയെ വിളിച്ച് ചോദിച്ചു, ആൻറ്റി ഇത് കൃപാസനം അല്ലേ, എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന്. അങ്ങനെ എന്തോ അമ്മ തീരുമാനിച്ച പോലെ അമ്മയുടെ നിയോഗപ്രകാരം ഞാൻ കൃത്യം 2-ാം തീയതിയാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ 1-ാം തീയതി ഫെബ്രുവരി ഇവിടെ എത്തി. ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം നിയോഗമായി ഞാൻ വെച്ചത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. അത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ നിയോഗം ആവാനുള്ള കാരണം, അതിനു മുന്നേ ഞാൻ നെറ്റ്, ഗേറ്റ് എന്നീ എക്സാമുകളൊക്കെ ഒരുപാട് തവണ എഴുതുന്നുണ്ടായിരുന്നു. ഒന്നും തന്നെ എനിക്ക് ക്ലിയർ ആവുന്നില്ല. PG വരെ ഞാൻ വളരെ നല്ല മാർക്കോടെ പാസ്സായ ആളാണ്. പക്ഷേ എനിക്ക് നെറ്റോ ഗേറ്റോ ഒന്നും തന്നെ ഒരു തരത്തിലും പഠിച്ചിട്ടും ഞാൻ ഒരു വർഷം കോച്ചിങ് ഒക്കെ ചെയ്തിട്ടും പാസ്സാവുന്നില്ല. അപ്പോൾ കൂടെയുള്ളവരെല്ലാം തന്നെ കൂടെ പഠിക്കുന്നവരായാലും നാട്ടിലുള്ളവരെല്ലാവരും ആണെങ്കിലും പറയും, ഇതൊന്നും എഴുതി പാസ്സാവാൻ പോകുന്നില്ല, ഇത് വേറെ പണി എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന് വളരെ ഒരു പുച്ഛത്തോടെ തന്നെ എന്നോട് പലരും സംസാരിക്കുകയുണ്ടായി. അപ്പോഴും എനിക്കത് വളരെ സങ്കടകരമായ ഒരു കാര്യം. അതുവരെ നന്നായിട്ട് പഠിച്ച് എല്ലാം എഴുതി ശരിയാവും, ഈ അവസാന നിമിഷം അമ്മ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ BEdന് ജോയിൻ ചെയ്തു. BEdന് ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ കേറ്ററ്റ്, സെറ്റ് എന്നീ എക്സാമുകൾ, ഗവൺമെൻറ് എക്സാമുകളെല്ലാം തന്നെ എഴുതണം. ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു, എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, ഈ ഒരു തവണ കൂടി ഞാനിത് എഴുതി പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും എഴുതാനുള്ളൊരു ധൈര്യം പോലും ഉണ്ടാവില്ല എന്ന്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യം അവിടെ കൊണ്ട് അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശ് രൂപ എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇത് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് പഠിക്കുക, അതിനുശേഷം പഠിച്ചതിന് ശേഷം അതിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ച് നീ ഇപ്പോൾ എക്സാമിന് പോയി എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ പഠിക്കുന്നതിന് മുമ്പും പഠിക്കുന്നതിന് ശേഷവും ആ കാശ് രൂപം എൻ്റെ പുസ്തകത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം എക്സാമിന് പോകുമ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ കൊന്തയിൽ കാശ് രൂപവും ഈ ലോക്കറ്റും ഒരുമിച്ച് ഇട്ട് ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റി കുരിശടയാളം വരച്ചു ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയിരുന്നത്. ഞാൻ കേറ്ററ്റ് എഴുതി, സെറ്റ് എഴുതി. എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല, കാരണം സെറ്റ് എക്സാം അത്രമാത്രം പാടായിരുന്നു. എക്സാം ഹാളിൽ ഞാൻ കയറിയിരിക്കുമ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 150 ചോദ്യമുണ്ട്. 150 ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ നെറ്റിന് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കേട്ട് പരിചയമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എക്സാം എഴുതിയിട്ടുള്ളവർക്കറിയാം, OMR ഷീറ്റാണ്, 4 ഓപ്ഷനുണ്ട്. ഒരു ഓപ്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവായി നമുക്ക് കിട്ടിയ മാർക്ക് കൂടി പോവും. ഞാൻ ഓരോ ചോദ്യം വായിക്കും. 1-ാമത്തെ ചോദ്യം വായിച്ചു, ഓപ്ഷൻ A ആണോ B ആണോ അറിയത്തില്ല, അത് വിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, ഇതേ സെയിം അവസ്ഥ. ഞാൻ അവസാനം അവിടെ ഇരുന്ന് ഒരു സെക്കൻഡ് ഈ OMR ഷീറ്റിൽ ആ കാശ് രൂപ എൻ്റെ കഴുത്തേ നൂരി അതേ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനാണെങ്കിൽ എന്നെ എന്തിനിങ്ങനെ ഇവിടെ കൊണ്ടിരുത്തിയെന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഞാൻ ഒരു 10 മിനിറ്റോളം കരഞ്ഞു. അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു, ഇല്ല, ഞാൻ എന്തായാലും വിശ്വസിക്കുന്ന ഒരമ്മയുണ്ട്, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ ഒത്തിരി ചിന്തിക്കാനൊന്നും പോവില്ല, ക്വസ്റ്റ്യൻ വായിക്കും, ഓപ്ഷൻ B എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഓപ്ഷൻ B കറപ്പിക്കും, തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, അമ്മയായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചു, എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ടെന്ന്. അതിനുശേഷം ഒന്നും തന്നെ കൂടുതൽ ആലോചിക്കാൻ പോയില്ല. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ ഒരു ചോദ്യം പോലും പിന്നീട് എഴുതിയിട്ടില്ല. എല്ലാ ചോദ്യം വായിക്കും, ആദ്യം തോന്നുന്ന ഓപ്ഷൻ കറപ്പിക്കും. എക്സാം എഴുതി ഞാൻ വീട്ടിൽ വന്നു. അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ എക്സാം? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ എൻ്റെ അമ്മ തന്നതാണ്, ഞാൻ ഈ എക്സാം പാസ്സായില്ലെങ്കിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ചോദ്യങ്ങളെല്ലാം അറിയാം, ഉത്തരം മാത്രം അറിയുന്നില്ല, എന്ത് മായാജാലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്കെന്നും പ്രാർത്ഥിക്കാം. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലാണ്. അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചേർത്ത് മാത്രം പ്രാർത്ഥിക്കുക, നീ എക്സാമിന് പാസ്സാവണമെന്ന് പ്രാർത്ഥിക്കേണ്ട, അല്ലെങ്കിൽ നിനക്ക് അവിടെ ജോലി കിട്ടണം, ഇതൊന്നും നീ പ്രാർത്ഥിക്കേണ്ട, നീ ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് ഒറ്റ പ്രാർത്ഥന മാത്രം നീ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. തുടർച്ചയായിട്ട് ഞാൻ എന്നും അന്ന് രാവിലെയും വൈകുന്നേരവും ഈ ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചു. അല്ലാതെ എനിക്ക് ഇത്ര മാർക്കോടുകൂടി എന്നെ പാസ്സാക്കണം, എനിക്കൊരു ജോലി വേണം, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം എൻ്റെ പ്രാർത്ഥന പിന്നെ ഇത് മാത്രമായി, അമ്മയുടെ മുന്നിൽ വന്ന് എനിക്കൊന്നൊന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണേന്ന്.
എൻ്റെ റിസൾട്ട് വന്നു. കേറ്ററ്റ് 1ഉം 2ഉം കേറ്ററ്റ് 2ഉം 3ഉം സെറ്റും ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി ഞാൻ ചിന്തിക്കുന്നതിന് പാസ്സായി. അങ്ങനെ ഞാൻ എക്സാം 2ഉം പാസ്സായി. അതിനുശേഷം ഞാൻ BEd തീരുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തു, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം ഞാൻ 5 മാസം ആ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കൊരുപാട് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നെ, എൻ്റെ ജോലി എന്നുള്ള വലിയൊരു ആഗ്രഹം സാധിച്ചു തന്നു. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടിയിലുള്ളതായിരുന്നു, എനിക്ക് 8 വർഷമായിട്ട് PCODയുടെ പ്രശ്നമുള്ള ആളായിരുന്നു. ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്, അലോപ്പതി കഴിച്ചിട്ടുണ്ട്, ആയുർവേദം കഴിച്ചിട്ടുണ്ട്. മരുന്നുകൾ കഴിച്ച് മരുന്നിനുള്ള പൈസ ചിലവാക്കുക മാത്രമേ ഉള്ളൂ, ഒരു പ്രയോജനം എനിക്കുണ്ടായിട്ടില്ല. ഒരുപാട് സ്കാൻ ചെയ്ത് നോക്കി, എല്ലാവരും പറയുന്നത് PCODയുടെ തുടക്കമാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നോക്കാം, ശ്രമിക്കാം, ടാബ്ലറ്റ് കഴിച്ചാൽ മതി, പീരിയഡ്സ് റെഗുലർ ആവും എന്നൊക്കെ പറഞ്ഞു. മരുന്ന് കഴിക്കുന്നതല്ലാതെ 8-9 വർഷമായിട്ട് ഞാൻ എല്ലാം ആയുർവേദം നിർത്തും, പിന്നെ അലോപ്പതി നടത്തും, അങ്ങനെ പല പല മരുന്നുകൾ ട്രൈ ചെയ്തു, ഒന്നും ശരിയാവുന്നില്ല. പിന്നെ അതെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട്, ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയോട് പറഞ്ഞു, ഇനി ഒരു മരുന്ന് ഞാൻ കഴിക്കില്ല, ഇനി എൻ്റെ ഏകയുള്ള മരുന്ന് ഇവിടുന്ന് അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ്. അത് കഴിച്ചും അത് ഉടമ്പടി തൈലം പുരട്ടിയും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയും ഉപ്പ് കഴിച്ചും എനിക്ക് എൻ്റെ പീരിയഡ്സ് റെഗുലർ ആവുകയാണെങ്കിൽ ആയാൽ മതി, ഈ PCOD പ്രശ്നം മാറിയാൽ മതിയെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അന്നു മുതൽ ഇന്ന് വരെ, ഇന്ന് 2 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട്, ഉടമ്പടി തന്നെയാണ്, 3 മാസം കഴിയുമ്പോൾ ഞാൻ എന്നും വന്ന് പുതുക്കാറുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഒരു മാസം പോലും എനിക്ക് പീരിയഡ്സ് ഇറഗുലർ ആയിട്ടില്ല. എല്ലാ മാസവും കൃത്യ ദിവസം തന്നെ എനിക്ക് പീരിയഡ്സ് ആവും. PCOD എന്ന് പറയുന്നൊരു പ്രശ്നമേ അവിടെ ഇല്ല. ഞാൻ ഒരു മരുന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ മറ്റൊരു മരുന്നും ഇല്ല, ഒരു ടാബ്ലറ്റും ഇല്ല. അമ്മയുടെ തൈലവും ആ ഉപ്പും മാത്രമാണ് എൻ്റെ ആയുധവും എൻ്റെ മരുന്നും. മൂന്നാമതായിട്ട് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നത് എൻ്റെ സഹോദരന് ഒരു അഡ്മിഷനായിരുന്നു. അവൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അവൻ ഒരു തരത്തിലും എഞ്ചിനീയറിങ്ങോ ഒരു പ്രൊഫഷണൽ കോഴ്സോ പഠിക്കില്ല. ഞാനും ഡിഗ്രി എടുത്തതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും പേടി, ഒരു ജോലി ആർക്കും ലഭിക്കാതെ പോകുമോ എന്ന്. അവനോടാവുന്നത് പറഞ്ഞു നോക്കി, നീ ഒരു എഞ്ചിനീയറിങ്ങിന് പോകണം, ഞങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ നോക്കാം. അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം ഞാൻ അമ്മയോട് അതും പ്രാർത്ഥിച്ചു, അമ്മ ഒരാളുടെ മനസ്സ് മാറ്റാൻ എന്നെയും കൊണ്ടാവില്ല, ഞങ്ങൾക്ക് ആർക്കും ആവില്ല, അമ്മയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ്. +2ൻ്റെ എക്സാം കഴിയുമ്പോൾ അവൻ വന്ന് ഞങ്ങളോട് പറയണം, ഞാൻ എഞ്ചിനീയറിങ്ങിന് പൊക്കോളാം, ഞാൻ കീയും എഴുതാം. അങ്ങനെ അവൻ പറയണമെന്ന് പറഞ്ഞു. +2ൻ്റെ എക്സാം കഴിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം അത്ഭുതം തന്നെയാണ്. അവൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊക്കെ ഇത്രയും പറയുന്നതല്ലേ, ഞാനൊരു എഞ്ചിനീയറിങ്ങിന് തന്നെ പൊക്കോളാം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിന് കിട്ടണം. അവൻ ഇഷ്ടം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്, അതിന് തന്നെ കിട്ടിയാലേ ഞാൻ പോകുമെന്ന്. അപ്പോഴും ഞാൻ വീണ്ടും അമ്മയുടെ അടുത്ത് ചെന്നു, അമ്മ വീണ്ടും പ്രശ്നമാണല്ലോ, അത് തന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ പോകത്തില്ല, വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ എന്ന്. ഞങ്ങൾ എല്ലാവിധ പ്രാർത്ഥനയും ചൊല്ലി കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെ അപ്ലൈ ചെയ്തു. അത്ഭുതം അവിടെയും സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ. അവൻ്റെ 10th മാർക്കിൻ്റെ ബേസിൽ അവർ ഞങ്ങളെ വിളിക്കുകയും അവന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അവൻ ചൂസ് ചെയ്യുന്നത് അവന് കൊടുക്കാമെന്ന് പറഞ്ഞു. ആകെ കോളേജുകാർ പറഞ്ഞ 2 നിബന്ധനകൾ, +2ന് 85% മാർക്ക് വേണം, കീം പാസ്സാവണം എന്നായിരുന്നു. അപ്പോഴും 85% അവനെയും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു. +1 അവന് മാർക്ക് കുറവായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ആകെ പ്രാർത്ഥിക്കാൻ, ദൈവമേ അഡ്മിഷൻ കിട്ടണേ, 85 കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണേന്ന്. അവൻ 85.23% അവൻ പാസ്സായി. അതുകൊണ്ട് തന്നെ അവനിപ്പം 2ാം വർഷം ഏറ്റവും നല്ലൊരു കോളേജിൽ, കോട്ടയത്ത് തന്നെ ഉള്ളൊരു കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള അവൻ്റെ എല്ലാ സെമസ്റ്റർ റിസൾട്ടും വന്ന് അവൻ ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു. തുടർന്നും എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ അമ്മ തന്നതാണ് അവന് അഡ്മിഷൻ. അമ്മ അവനെ 8 സെം പാസ്സാക്കി ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി അവനെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 4ാമത്തെ എൻ്റെ നിയോഗമായിരുന്നത്, എൻ്റെ കോവിഡ് ടൈമിൽ എൻ്റെ പപ്പയുടെ ജോലി സംബന്ധമായ പ്രശ്നം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഇന്ന ദിവസം എനിക്ക് ആ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കിട്ടണമെന്ന്. അപ്പോൾ ഡേറ്റ് എനിക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ട് അമ്മയുടെ ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഞാൻ ആ ഡേറ്റ് ഇട്ടത്. 8 നോമ്പ് വിശുദ്ധിയോടുകൂടി ഞങ്ങൾ എല്ലാവരും നോക്കി, ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാം നോക്കി. അന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു. 8 നോമ്പ് തീർന്ന് വിശുദ്ധ ദേവാലയത്തിൽ പോയി കുർബാന അനുഭവിച്ച് തിരിച്ചു വന്ന് ഞാൻ വന്ന് നോക്കുമ്പം കൃത്യം 2 മണിയായപ്പം അക്കൗണ്ടിൽ അത്രയും തന്നെ ഒരു എമൗണ്ട്, അതിന് തുല്യമായ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നു. വീണ്ടും പപ്പായെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി വെച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വെച്ചിരുന്നു. പപ്പായ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. പപ്പ എപ്പോഴും ഞാൻ പുതുക്കാൻ സമയത്ത് എൻ്റെ കൂടെ ഇവിടെ എത്താറുണ്ടായിരുന്നു. അങ്ങനെ പപ്പായ്ക്ക് ആ ജോലിയിൽ മുടങ്ങിക്കിടന്ന 4 മാസത്തെ ശമ്പളം ആ കറക്റ്റ് ഡേറ്റിൽ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോലിയിൽ ഒരു പ്രൊമോഷനോടുകൂടി സന്തോഷത്തോടുകൂടി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എത്ര അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഏത് കാര്യം ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് നടത്തി തരുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണവും ഒരു ജീവിക്കുന്ന അടയാളവും കൂടിയാണ് ഞാൻ. അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി.
ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും എനിക്കറിയാവുന്നിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഒക്കെ കൊണ്ട് കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പഠിക്കാൻ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അടുത്തും സമീപത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പം ബാഗ് പുസ്തകങ്ങളൊക്കെ എന്നാലാവും വിധം ഞാനും അമ്മയും കൂടെ പോയി വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ രോഗികളായിട്ടുള്ളവർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അടുത്ത ആതുരാലയങ്ങൾ ഒരുപാടുണ്ട്, കാരുണ്യാശ്രമങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം പറ്റുമെങ്കിൽ ആഹാരമായിട്ടും അല്ലെങ്കിൽ പൈസയായിട്ട് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് സഹായിക്കും. അങ്ങനെ ഒരുപാട് എന്നാലാവും വിധം ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തും പൂർണ്ണമായി അമ്മയിൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചു പോകുന്നു. തുടർന്നും ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആയുഷ്കാലം മുഴുവനും അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് വരുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട്